ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 19 to 21. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രൻ മുഖാന്തരം തിരുസന്നിധിയിൽ വീണ്ടും ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ മുന്നോട്ടുള്ള കാലങ്ങൾ എത്രയെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. അന്ധകാരം നിറഞ്ഞ, സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഈ ഭൂമിയിൽ വിളിച്ചിരിക്കുന്ന വിളിയിൽ വിശ്വസ്തയോടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിച്ചു തന്നിരിക്കുന്ന കാലം ദൈവഭയത്തിൽ, വിശ്വസ്തതയിൽ ഞങ്ങളുടെ ഓട്ടം ഓടി തികയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാട്ടും. ഈ ദൈവവചനം നമ്മൾ കേട്ടപ്പോൾ ഒരു പക്ഷേ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകാം, ഇത് പലതവണ വായിച്ചിട്ടുള്ള ദൈവവചനമാണല്ലോ, ഒരു പക്ഷേ പലതവണ മെസ്സേജുകൾ കേട്ടിട്ടുള്ള ദൈവവചനമാണല്ലോ ഇതെന്ന്. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് തെറ്റുപറ്റി. ഈ തിരുവചനം വേണ്ടവണ്ണം നമ്മൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രകാരം ഈ പരിശുദ്ധ വചനത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരുന്നു എങ്കിൽ നമ്മളിൽ പലരുടെയും ജീവിതം ഒത്തിരി മാറുമായിരുന്നു. അത് വെളിപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന വണ്ണം ഈ വചനത്തെ ഗ്രഹിപ്പാനോ ഇതിനെ മനസ്സിലാക്കുവാനോ അതിന് കീഴ്പ്പെടുവാനോ നമ്മളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിൻ്റെ സത്യം. നമ്മൾ വീണ്ടും ഇന്നത്തെ രാത്രി ആ വചനത്തിലേക്കൊന്ന് നോക്കുകയാണ്. സുപരിചിതമായ വചനമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ ആ സുപരിചിത കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് മാറ്റി വലിച്ച് ആദ്യമായി ഞാൻ ഈ വചനം കേൾക്കുന്നു എന്നുള്ള തയ്യാറെടുപ്പോടെ, എന്നുള്ള ഗൗരവത്തോടെ കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ മുമ്പാകെ നമുക്കിവിടെ ഇരിക്കാം. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നമുക്കറിയാം, ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ഈ ദിവസം ഭൂമിയിലെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സമയത്തിന് വില കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? സമയം എത്ര കുറച്ചേ ഉള്ളൂ എന്നറിയുമ്പോഴാണ്. ഒത്തിരി പഠിക്കാനുണ്ട്, കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ പഠിക്കാനെങ്കിൽ നമ്മൾ എത്ര തീഷ്ണതയോടെ നമ്മൾ പഠിക്കും. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പക്ഷെ കുറച്ച് പണമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ അതിലെ ഓരോ പെൻസും എത്ര ഗൗരവത്തോടെ നമ്മൾ ഉപയോഗിക്കും. ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കുവാനുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുന്നോട്ടുള്ള കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം നമുക്ക് അറിയത്തില്ലെങ്കിൽ തന്നെയും എത്ര സൂക്ഷ്മതയോടെ, എത്ര ഗൗരവത്തോടെ നമ്മുടെ സമയത്തെ നമ്മൾ റെഡീം ചെയ്യും, നമ്മൾ ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ പർവ്വത പ്രസംഗത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഹല്ലേലൂയ! നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനേക നിക്ഷേപങ്ങൾ ഉണ്ടാക്കുകയും അതിനെ സ്വരൂപിച്ച് വയ്ക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്വരൂപിച്ച് വയ്ക്കുക എന്നുള്ള വാക്ക് അവിടെ എഴുതിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ റൂട്ട് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഡോണ്ട് ലേ അപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സ്വരൂപിക്കരുത്. അതിൻ്റെ റൂട്ട് മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്
ഡോണ്ട് അക്യൂമുലേറ്റ് എന്നുള്ള മീനിങ്ങിൽ വരും. എന്ന് പറഞ്ഞാൽ കൂട്ടിവെക്കരുത്. 2, ഡോണ്ട് കളക്ട് എന്ന് പറഞ്ഞാൽ അത് കളക്ട് ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ശേഖരിച്ചു വെക്കരുത്. ഈ 2 അർത്ഥങ്ങളും അതിൻ്റെ മൂലഭാഷയിൽ ഈ വാക്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുന്ന ഒരു കമാൻഡ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വലിയ കൽപ്പന നമുക്ക് തന്നിരിക്കുക. ഇതൊരു സജഷൻ അല്ല, ഇതൊരു കൽപ്പനയാണ് സഹോദര സഹോദരി. ഞാനും നിങ്ങളും അനുസരിച്ച് പാലിക്കേണ്ടതിന് ദൈവം ഒരു കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഡോണ്ട് ലേ അപ്പ് യുവർ ട്രഷേഴ്സ് ഇൻ ദിസ് എർത്ത്, അല്ലെങ്കിൽ ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നിങ്ങൾ സ്വരൂപിച്ച് വെക്കരുത്. ഈ വിഷയത്തിൽ നമ്മൾ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. 1, ട്രഷേഴ്സ് ഓൺ എർത്ത്, ഭൂമിയിലെ നിക്ഷേപങ്ങൾ. 2, ട്രഷേഴ്സ് ഇൻ ഹെവൻ, സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ. 3, അവർ ഹാർട്ട്സ് ആർ വിത്ത് അവർ ട്രഷേഴ്സ്, നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ നിക്ഷേപങ്ങളുമായിട്ട് പറ്റിച്ചേർന്നിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. 4ാമത് ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗിവിങ് അവർ ട്രഷേഴ്സ് ടു ഗെയിൻ ഗ്രേറ്റർ ട്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെ കൊടുത്ത് അതിമഹത്തായ അതിശ്രേഷ്ഠമായ നിക്ഷേപങ്ങളെ നമുക്ക് എങ്ങനെ പ്രാപിക്കുവാനായിട്ട് പറ്റും. ഈ വിഷയങ്ങളാണ് ഇന്നത്തെ രാത്രികാലം നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ പല വിഷയത്തിലും തീക്ഷ്ണത കാണിക്കാറില്ലേ? ചിലർ നന്നായിട്ട് പഠിക്കുന്നവരായിട്ടുണ്ടാകാം, ചിലർ സ്പോർട്സിനകത്ത് നല്ല തീക്ഷ്ണത കാണിക്കുന്നത്, ചിലർ പൊളിറ്റിക്സിനകത്ത് നല്ല തീക്ഷ്ണത കാണിക്കുന്നു, ചിലർ ജോലിക്കാര്യങ്ങളിൽ ജോലിയുടെ വിഷയത്തിൽ നല്ല തീക്ഷ്ണത കാണിക്കുന്നു, ചിലർ കുടുംബകാര്യങ്ങളിൽ നല്ല തീക്ഷ്ണത കാണിക്കുന്നു, ചിലർ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വെച്ച് കർത്താവിൻ്റെ വേലയിൽ തീക്ഷ്ണത കാണിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ കാരണം എന്താന്ന്? ഞാൻ തീക്ഷ്ണത കാണിക്കുന്ന ചില വിഷയങ്ങളിലായിരിക്കില്ല നിങ്ങൾ തീക്ഷ്ണത കാണിക്കുന്നത്. നിങ്ങൾ തീക്ഷ്ണത കാണിക്കുന്ന വിഷയങ്ങളിലായിരിക്കില്ല മറ്റൊരാളെ തീക്ഷ്ണത കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ അമിതമായിട്ടുള്ള തീക്ഷ്ണത നമ്മൾ കാണിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, യുവർ ഹാർട്ട് ഈസ് ദെയർ, ദാറ്റ് ഈസ് എ റീസൺ. നമ്മുടെ ഹൃദയം അവിടെ ഉള്ളത് കൊണ്ടാണ്. അതിന് പാഷനേറ്റാണ് നമ്മൾ. അതിനുവേണ്ടി നമ്മൾ അതിനെ ക്രേവ് ചെയ്യുകയാണ്. ബൈ സം മീൻസ് നമ്മൾ അതിനോട് ഒത്തിരി അടുത്തു പോകുക. കാരണം എന്താണെന്നറിയാമോ? ഉറക്കത്തിലും ഊണിലും നമ്മുടെ ചിന്തയിൽ ആ വിഷയം ഉള്ളത് കൊണ്ട് അതിനുവേ പാഷനേറ്റായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുകയാണ്. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ വചനത്തിൽ പറയുകയാണ്, treasure on earth is vanishing and corruptible. Treasure on earth is vanishing and corruptible. ഈ ഭൂമിയിലെ നിക്ഷേപം എന്ന് പറയുന്നത് അപ്രത്യക്ഷമാകുവാൻ പോകുന്ന നിക്ഷേപമാണ്. അത് മാത്രമല്ല, അത് അഴിഞ്ഞു പോകുന്ന നിക്ഷേപമാണ്. അതൊരിക്കലും കൂടി വരത്തില്ല, അത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇവിടെ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നത്. അതൊരിക്കലും ഹോപ്പ്ഫുൾ അല്ല, നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമല്ല, ഒരു തൃപ്തി തരുന്ന കാര്യമല്ല, ഒരു പോസിറ്റീവ് സേയിങ് അല്ല കർത്താവ് പറയുന്നത്. കർത്താവ് അതിനെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഈ ഭൂമിയിൽ നീ നിക്ഷേപം വെക്കുന്നെങ്കിൽ നിന്റെ നിക്ഷേപം എന്നും അതുപോലെ ഇരിക്കുകയില്ല, അത് കുറഞ്ഞു വരും. ഒരു ദിവസം അത് നിന്റെ മുമ്പിൽ കാണുന്നില്ല. That is called treasure on earth is vanishing and corruptible. പക്ഷേ treasure in heaven will never pass away or suffer corrosion. എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഒരിക്കലും മാറിപ്പോകത്തില്ല, അത് കൂടി വരത്തേ ഉള്ളൂ. അത് it would never suffer corrosion എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതിന് ഡിപ്രീസിയേഷൻ ഉണ്ടാകത്തില്ല, അതിന് ക്ഷതം സംഭവിക്കത്തില്ല, അത് കുറഞ്ഞു പോകത്തില്ല. അത് ബ്രൈറ്ററായി മഹത്വത്തിൽ അത് വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. കർത്താവ് ഇവിടെ പറയുകയാണ്, now the point is this, what are we focusing on to? കുറച്ച് കാലം നമ്മുടെ മുമ്പിലുണ്ട് ഈ ഭൂമിയിൽ നാം ജീവിക്കുവാൻ. ഈ 2 നിക്ഷേപങ്ങളിൽ ഏതിലാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്? അതാ കർത്താവ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ ഇതിൽ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? അതോ ഇതിൽ 2ലും കൂടെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ ശ്രദ്ധ ഈ 2 നിക്ഷേപങ്ങളിലാണോ? സ്വർഗത്തിലെ നിക്ഷേപവും എനിക്ക് വേണം, ഈ ഭൂമിയിലെ നിക്ഷേപവും എനിക്ക് വേണം, അങ്ങനെയുള്ള ചിന്തയിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? നമുക്കറിയാം, നമുക്ക് 2 കണ്ണുകളുണ്ടല്ലേ? ഈ 2 കണ്ണുകൾ കൊണ്ട് 2 കാര്യങ്ങൾ ഒരേ സമയത്ത് നോക്കാൻ പറ്റുമോ? Can you use one eye to see something and the other eyes to see some other object? Would you be able to do that? I can't do that.
നമുക്ക് ഏതെങ്കിലും ഒന്നിനെ മാത്രമേ ഒരു സമയത്ത് നോക്കാൻ പറ്റൂ, രണ്ട് കണ്ണുണ്ടെങ്കിൽ തന്നെയും. ഹല്ലേലൂയ. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരേ സമയത്ത് ഒരു മനുഷ്യന് ഒന്നിനോട് മാത്രമേ വിശ്വസ്തത കാണിക്കാൻ പറ്റൂ, ഒന്നിനോട് മാത്രമേ പാഷൻ കാണിക്കാൻ പറ്റൂ, ഒന്നിനോട് മാത്രമേ കമ്മിറ്റ്മെന്റ് കാണിക്കുവാനായിട്ട് പറ്റൂ. ഈ വചനം താഴേക്ക് വായിച്ചു വരുമ്പോൾ 24-ാമത്തെ വാക്യത്തിൽ വേഴ്സ് 24 പറയുന്നു, നൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ 2 ലക്ഷ്യത്തിൽ ജീവിക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. സ്വർഗമാണെങ്കിൽ സ്വർഗം, ഭൂമിയാണെങ്കിൽ ഭൂമി, ഈ രണ്ടും ഒരേ സമയത്ത് ഹോൾഡപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. ഇന്നത്തെ ചോദ്യം ഇതാ, ഇതിലേതിലാണ് നമ്മുടെ ലക്ഷ്യം? സഹോദരന്മാരെ വളരെ ഗൗരവമേറിയ ഒരു വിഷയമായത്. ഒരു സുപ്രഭാതത്തിൽ ഇത്രയും കാലം നമ്മൾ നേടിയതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വരികയാണെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടബോധം എത്ര വലുതാ. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ മരിക്കുന്ന നിമിഷമാണ്. ഇത്രയും കാലം നമ്മൾ ഓടി അധ്വാനിച്ചത്, ഇത്രയും കാലം നമ്മൾ നേടിയത്, ഇത്രയും കാലം എൻ്റേതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറോട് ചേർത്ത് വെച്ചത്, ഇത്രയും കാലം ഉറക്കമില്ലാതെ ഹല്ലേലൂയ സ്നേഹിക്കുന്ന സമയം കളഞ്ഞിട്ട്, ക്ഷമിക്കുന്ന സമയം കളഞ്ഞിട്ട്, കൂട്ടായ്മയുടെ സമയം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫാമിലി ടൈം കളഞ്ഞിട്ട് നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഓടിയോ, ആരിൽ നിന്നൊക്കെ എന്തൊക്കെയോ പിടിച്ചു പറിച്ച് നമ്മൾ അവകാശപ്പെട്ടതും അവകാശപ്പെടാത്തതുമായിട്ടുള്ളത് ഒക്കെ നമ്മൾ സ്വന്തമാക്കി. എന്നാൽ ഒരു നിമിഷം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയും, ഇതെല്ലാം എനിക്കിപ്പോൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം ഇതിൽ നിന്ന് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിന്തിക്കണമേ സഹോദര സഹോദരി, അങ്ങനെയുള്ള ക്ഷണികമായിരിക്കുന്ന, അഴിഞ്ഞു പോകുന്ന, വാനിഷിംഗ് ആകുന്ന, അപ്രത്യക്ഷമാകുവാൻ പോകുന്ന നിക്ഷേപത്തിനു വേണ്ടിയാണോ എൻ്റെയും നിങ്ങളുടെയും വിലയേറിയ സമയം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടത്? അതോ കർത്താവിന്റെ വചനത്തിൽ പറയുന്നതിന് കൂട്ട് ഇൻകറപ്റ്റബിൾ ആയിരിക്കുന്ന, ഹല്ലേലൂയ, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സ്വർഗീയമായ നിക്ഷേപത്തിനു വേണ്ടിയാണോ നാം നമ്മുടെ ചുരുക്കമുള്ള സമയം ചെലവഴിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും മറന്നുപോകും. ഇത് രണ്ടിലേക്ക് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളിൽ പലർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ണം മുന്നോട്ട് പോകുവാൻ കഴിയാത്തത്. നമുക്ക് ഇരു മനസ്സാണ്, ഡബിൾ മൈൻഡഡാ. മുമ്പേ പറഞ്ഞിട്ട് കൂട്ട്, ഒരേ സമയത്ത് 2 കാര്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ പലരും. ഒരേ സമയത്ത് 2 കാര്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ജെയിംസ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ഇരു മനസ്സുള്ള മനുഷ്യൻ സകലത്തിലും അസ്ഥിരനാകുന്നു എന്നാ പറയുന്നത്. അൺസ്റ്റേബിൾ. If you are double-minded, you are unstable. ഹല്ലേലൂയ. അതുകൊണ്ടാ സഹോദരന്മാരെ, ഭൗതികമായിട്ട് നമുക്ക് വളരാൻ പറ്റത്തില്ല, ആത്മീകമായിട്ട് നമുക്ക് വളരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഭൗതികമായിട്ട് വളരുന്നില്ല? നമ്മൾ പറയും നമ്മൾ വിശ്വാസികളാ. എങ്ങനെ അവിശ്വാസികളെ പോലെ ജീവിക്കുന്നത്? നമ്മൾ ചിന്തിക്കും. അവരൊക്കെ ചെയ്യുന്നത് പലതും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ തോറ്റുപോകുന്നു. അതേ സമയത്ത് ആത്മീകമായ ജീവിതത്തിൽ നമുക്ക് വളരുവാൻ കഴിയത്തില്ല. കാരണം ഒരു കണ്ണ് അവിടേക്ക് നമ്മൾ നോക്കുക എപ്പോഴും. പ്രൈസ് ഗോഡ്. ചിന്തിക്കണമേ, കാരണം അസ്ഥിരനായി മാറുകയാണ്, അൺസ്റ്റേബിൾ ആയിട്ട് മാറുകയാണ്. സോ വി നീഡ് ടു മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ ദീസ് ടു. ഈ 2 നിക്ഷേപങ്ങളുടെ മധ്യത്തിൽ ഞാനൊരു തെരഞ്ഞെടുപ്പ് നടത്തണം. വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ രാത്രിയിൽ ദൈവവചനം കേൾക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിൽ പല ചോദ്യങ്ങളും കടന്നു വരാം. ഇന്ന് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. കർത്താവിന്റെ ആത്മാവ് തരും. കാരണം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലൂടെ, ചിന്തകളിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങളൊക്കെയും കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന് ഉത്തരം തന്ന് മാത്രമേ കർത്താവ് നമ്മളെ മടക്കി വിടൂ. സംശയമില്ലാത്തവരായി മാത്രമേ കർത്താവ് മടക്കി വിടൂ. ഇന്നത്തെ രാത്രി കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ ദൈവമക്കളെ, നമുക്ക് ഉത്തരം ലഭിക്കും. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയും. ബൈ ദ വേ, ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്നത്തെ രാത്രി. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ വീഡിയോയിലൊക്കെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു പക്ഷേ ഉണ്ടാകാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയിൽ ഒരു പക്ഷേ അവരോടും കൂടെ ആയിരിക്കാം ഇന്നത്തെ രാത്രി ദൈവത്തിന്റെ തിരുവചനം, ദൈവത്തിന്റെ സന്ദേശം എത്തുക. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. Where is your heart? ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ചിന്തിച്ചു നോക്കിക്കേ. ചില വ്യക്തികളുടെ അടുത്ത് പൊളിറ്റിക്സ് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ കണ്ണുകളൊക്കെ വിടരുന്ന കണ്ടിട്ടുണ്ടല്ലോ. their eyes light up, അല്ലേ? ചിലരോട് സിനിമയെക്കുറിച്ച് പറയുമെങ്കിൽ പെട്ടെന്ന് അവരുടെ കണ്ണെല്ലാം വികസിക്കും, അല്ലേ? ചിലരോട് അതായത് അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണ് പെട്ടെന്ന് വിടരും. ചിലരോട് പ്ലഷേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ചിലരോട് ഹോളിഡേയ്സിനെ കുറിച്ച് പറയുമ്പോൾ, ചിലരോട് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയെ കുറിച്ച് പറയുമ്പോൾ, ചിലരോട് ഒരു മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയേ ഒരു തിളക്കം പെട്ടെന്നുണ്ടാകും.
നിങ്ങളാരും അത് കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യു ആർ ടച്ചിങ് ഹിസ് ഹാർട്ട്. യു ആർ ടച്ചിങ് ഹിസ് ഹാർട്ട് ഓർ യു ആർ ടച്ചിങ് ഹർ ഹാർട്ട്. ദാറ്റ് ഈസ് ദ റീസൺ ഐസ് ലൈറ്റ് അപ്പ്. നമ്മൾ ആ വ്യക്തിയുടെ ഹൃദയത്തെ തൊടുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മുഖത്തൊരു തിളക്കം വരുന്നത്, കണ്ണിനകത്തൊരു ശോഭ വരുന്നത്, ഒരു സന്തോഷം വരുന്നത്. കാരണം അവരുടെ ഹൃദയം ഇരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നുവോ അത് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. C.H. ഫെർഗുസൺ എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ ഒരു കോച്ച്, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഒന്ന് രണ്ട് ഉദ്ധരണികൾ എനിക്ക് വായിക്കുവാൻ കൊണ്ട് ഇവിടെയായി. അതിനകത്തൊരു ഉദ്ധരണി ഇത് എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കോച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അദ്ദേഹം തൻ്റെ ഫുട്ബോൾ പ്ലേയേഴ്സിനോട്, തൻ്റെ ബാച്ചിലുള്ളവരോട്, തൻ്റെ ടീമിലുള്ളവരോട് ഒരു ദിവസം പറഞ്ഞു, ഡു യു വാണ്ട് ടു മേക്ക് ഷുവർ യുവർ ഗോൾ ഗെറ്റ്സ് ഇൻ ടു ദ നെറ്റ്? നിങ്ങളുടെ ഗോൾ ആ നെറ്റിൽ കിട്ടണമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, ആവശ്യമുണ്ടോ? അതിനൊരു ട്രിക്കുണ്ട്, ഒരു സീക്രട്ട് ഉണ്ട്. എന്താണെന്നറിയാമോ? ഫസ്റ്റ് ത്രോ യുവർ ഹാർട്ട് ഇൻ ദ നെറ്റ്, ദെൻ ദ ബോൾ വിൽ ഫോളോ ദെയർ. മനസ്സിലായ സഹോദരങ്ങളെ പറഞ്ഞത്? നിങ്ങളുടെ ഗോള് ആ നെറ്റിൽ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബോൾ അടിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഹാർട്ട് അതിലേക്ക് എറിയണം. നിങ്ങളുടെ ഹാർട്ട് അവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോൾ വിൽ ഓട്ടോമാറ്റിക്കലി റീച്ച് ദെയർ. ഇതൊരു വലിയ കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്ങും ഗോളാവുന്നില്ല, എങ്ങും വിജയം പ്രാപിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ ഹൃദയമില്ല. നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നുവോ അവിടെയാണ് പവർഫുൾ. ഹൃദയം എവിടെ ഇരിക്കുകയെന്നോ അവിടെയാണ് നമുക്ക് പാഷനേറ്റ് ആയി തീരുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, നമുക്ക് എന്തുകൊണ്ട് ശുഷ്കാന്തിയോടെ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല? കാരണം ഇത് മാത്രമാ, നമ്മുടെ ഹൃദയം അവിടെയില്ല. നമ്മൾ പാട്ട് പാടുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഉപവസിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊന്നും നമ്മൾ സക്സസ് ആകുവാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയിൽ മികവ് കാണുന്നില്ല, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ മറ്റുള്ളവർ വിടുവിക്കപ്പെടുന്നത് കാണുന്നില്ല എന്ന് സഹോദര സഹോദരി നമ്മൾ പറയുമ്പോൾ ഓർക്കുക, ആർ യു ത്രോയിങ് യുവർ ഹാർട്ട് ദെയർ ഓർ നോട്ട്? നിന്റെ ഹൃദയത്തെ അവിടെ എറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഹൃദയം അവിടെ വെച്ചിട്ടുണ്ടോ? അതോ നിന്റെ ഹൃദയം മറ്റു പലയിടങ്ങളിലുമാണോ? എൻ്റെ ഹൃദയം മറ്റു പലയിടങ്ങളിലുമാണോ എന്ന് ഞാൻ ഇന്നത്തെ രാത്രി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരേ സമയത്ത് ഇറ്റ് ഈസ് സോ ഹാർഡ് ടു ബി റിച്ച് മെറ്റീരിയലി അറ്റ് ദ സെയിം ടൈം ടു ബിക്കം എ ക്രിസ്ത്യൻ. ഒരേ സമയത്ത് തന്നെ മെറ്റീരിയലി ഈ ലോകപരമായി റിച്ച് ആയിക്കൊണ്ട് ഒരു നല്ല ക്രിസ്ത്യനായി ജീവിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ്. ഈ ലോകത്തിന്റെ മാലിന്യം പുരളാതെ വണ്ണം ഈ ലോകത്തിലെ ഒരു വ്യക്തിയായി ജീവിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അത് വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചയാളാണ്, പക്ഷേ ലോകത്തിന്റെ കറയൊന്നും കർത്താവിന്റെ മേൽ പുരണ്ടില്ല. അപ്പം അത് ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ കൂട്ടി വെച്ചിരിക്കുന്നതിലൊന്നും എനിക്ക് വലിയ തൃപ്തിയും സന്തോഷവും ഒന്നുമല്ല, ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം, പക്ഷെ എൻ്റെ ലക്ഷ്യം സ്വർഗമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, വി ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. ആർ വി ടോക്കിംഗ് സീരിയസ്ലി ഓർ നോട്ട്? നമ്മൾ യഥാർത്ഥത്തിൽ സീരിയസ്ലി ആണോ സംസാരിക്കുന്നത്? എനിക്കുള്ള നിക്ഷേപങ്ങൾ ഈ ഭൂമിയിൽ എനിക്കുള്ളതൊന്നിലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഹല്ലേലൂയ, എൻ്റെ താല്പര്യമെല്ലാം കർത്താവിലാണ്, പിന്നെ ഇതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഐ ടെൽ യു വൺ തിങ്, ഈ വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ കൂടി വരുന്നുണ്ടോ? പുതിയ ഓരോന്ന് ആഡപ്പ് ചെയ്യുന്നുണ്ടോ? ഈ ഓരോന്നോരോന്ന് ആഡപ്പ് ചെയ്യുമ്പോഴും ഓർക്കുക, നമ്മൾ കർത്താവിൽ നിന്ന് അത്രയും അകന്നകന്നു പോകുന്നു. കർത്താവിന് കൊടുക്കേണ്ട സമയത്തിൽ നിന്ന് അകന്നകന്നു പോയി അതിന് സമയം കൊടുക്കുന്നത് കൊണ്ടാണ് അത് വർദ്ധിച്ചു വരുന്നത്. അതേ സമയത്ത് സ്വർഗത്തിലെ നിക്ഷേപം വർദ്ധിച്ചു വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ സമയം കൊടുക്കുന്നു, നമ്മുടെ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു, ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്യുന്നു, അവന് വേണ്ടി സമയം വേർതിരിക്കുന്നു, കഷ്ടം അനുഭവിപ്പാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് ആ നിക്ഷേപം വർദ്ധിച്ചു വരും. അപ്പോൾ നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നുവോ ആ നിക്ഷേപം വർദ്ധിച്ചു വരും. കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 10 വർഷത്തിലേക്ക് നമ്മളൊന്ന് നോക്കി, നമ്മുടെ ഏത് നിക്ഷേപമാണ് വർദ്ധിച്ചത്? എർത്തലി ട്രഷർ ഓർ ഹെവൻലി ട്രഷർ?
ഭൗമികമായ നിക്ഷേപങ്ങളാണോ വർദ്ധിച്ചത്? സ്വർഗീയമായ നിക്ഷേപമാണോ വർദ്ധിച്ചത്? ദാറ്റ് പ്രൂവ്സ് വാട്ട് വാസ് വി പാഷനേറ്റ് ആഫ്റ്റർ. എന്തിൻ്റെ പിന്നാലെയായിരുന്നു നമ്മുടെ ഹാർട്ടെന്നും എന്തിൻ്റെ പിന്നാലെയായിരുന്നു നമ്മൾ പാഷനേറ്റ് ആയതെന്നും ദാറ്റ് വിൽ പ്രൂവ്. അത് പ്രൂവ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചേ, അതല്ലേ സത്യം? ആത്മികമായിട്ട് എനിക്ക് വളരാൻ കഴിഞ്ഞില്ല ഇത്രയും നാൾ, എന്നാൽ ഭൗതികമായിട്ട് ഒത്തിരി വളരാൻ കഴിഞ്ഞു. എന്നാൽ ഒരു വശത്ത് നമ്മൾ പറയുന്നു ഭൗതികമായതിലൊന്നും എനിക്ക് താല്പര്യമില്ല. ഭൗതികമായതിൽ താല്പര്യമില്ലെന്ന് പറയുന്ന സഹോദര സഹോദരി, പിന്നെ എങ്ങനെ നിന്റെ ഭൗതിക നിക്ഷേപം വളർന്നു വളർന്നു വരുന്നു, ആത്മീകമായ നിക്ഷേപം കുറഞ്ഞു കുറഞ്ഞു വരുന്നു? We don't mean what we say. നമ്മൾ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. We can't have, ശ്രദ്ധിച്ച് കേൾക്കണമേ, we cannot have Christ and everything. യേശുവിൻ്റെ കൂടെ ബാക്കിയെല്ലാം, അങ്ങനെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ ഒക്കത്തില്ല. ക്രൈസ്റ്റ് പ്ലസ് എവറിത്തിങ്, അങ്ങനെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ ഒക്കത്തില്ല. ക്രിസ്തുവിന് സമമായി മറ്റൊന്നിനെയും നമുക്ക് വെക്കാൻ പറ്റില്ല. ഒരു ബുള്ളോക്കാട്ടിന്റെ ഒരു കാളവണ്ടിയുടെ ഒരു വശത്ത് ഒരു കാളയും മറ്റൊരു വശത്ത് മറ്റേ കാളയും ഉള്ളതുപോലെ ഒരു വശത്ത് ക്രിസ്തു, നിന്റെ ജീവിതമാകുന്ന കാർട്ടിന്റെ, നിന്റെ ജീവിതമാകുന്ന വണ്ടിയുടെ ഒരു വശത്ത് യേശുവും ഒരു വശത്ത് ലോകത്തെയും നമുക്ക് കെട്ടുവാൻ പറ്റത്തില്ല. ക്രൈസ്റ്റ് ആൻഡ് എവറിത്തിങ്, ഇറ്റ് വോണ്ട് വർക്ക്. ക്രൈസ്റ്റ് ആൻഡ് ഫാമിലി അറ്റ് ദ സെയിം ലെവൽ, ഇറ്റ് വോണ്ട് വർക്ക്. ക്രൈസ്റ്റ് ആൻഡ് റിലീജിയൻ അറ്റ് ദ സെയിം ടൈം, നോ, ഇറ്റ് വോണ്ട് വർക്ക്. ക്രൈസ്റ്റ് ആൻഡ് തിയോളജി, ഇറ്റ് വോണ്ട് വർക്ക്. ക്രൈസ്റ്റ് പ്ലസ് നത്തിങ്. Christ must be alone. ക്രിസ്തു മാത്രമായിരിക്കണം ഒന്നായി നിൽക്കേണ്ടത്. ക്രിസ്തുവിൽ മാത്രമായിരിക്കണം നമ്മുടെ ആശ്രയം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ക്രൈസ്റ്റ് പ്ലസ് സംതിങ്. ഹല്ലേലൂയ. യേശുവിന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ബാക്കി എല്ലാത്തിനും അർത്ഥമുണ്ടാകും. ഹല്ലേലൂയ. യേശുവിനെ പോലെ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നുവെന്ന് ഒരു ദൈവ പൈതലിനും പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും, അങ്ങനെ താഴേക്ക് വരുമ്പോൾ പറയുമ്പോൾ സ്വന്തം ജീവനെ പോലെയും പകയ്ക്കാതിരിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു കർത്താവിന് തുല്യമായി മറ്റൊന്നിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയത്തില്ല. യേശുവിനെ ഞാൻ സ്നേഹിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുവാൻ തുടങ്ങും. യേശു, ജീസസ് ക്രൈസ്റ്റ് ഈസ് നമ്പർ വൺ, മൈ ലോർഡ് ഈസ് നമ്പർ വൺ, മൈ ഗോഡ് ഈസ് നമ്പർ വൺ, then comes all the rest. എനിക്ക് ഒരിക്കലും കർത്താവിന് കൊടുക്കുന്ന പ്രാധാന്യം ഈ ഭൂമിയിൽ ഒന്നിനും കൊടുക്കാൻ പറ്റില്ല. കർത്താവ് അങ്ങനെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഭാര്യയെയും എൻ്റെ കർത്താവിനെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ റിലീജിയനെയും എൻ്റെ കർത്താവിനെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. Jesus Christ has to be preeminent. യേശു കർത്താവായിരിക്കണം ഒന്ന്, നമ്പർ വൺ. He is your Lord and my Lord. When I say that He is my Lord, He is number one in my life. And so everything should revolve around Him. അവനെ ചുറ്റിയിരിക്കണമെല്ലാം. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. നമ്മുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയാമോ? യേശു കൊണ്ട് ഒരു വശത്ത്, അതിൻ്റെ കൂടെ ബാക്കി പലതും ഉണ്ട്. ചിലർക്ക് അങ്ങനെയല്ല. ചിലർക്ക് ക്രിസ്തു രണ്ടാമതാണ്, ബാക്കിയെല്ലാം ഒന്നാമതാണ്. ചിലർക്ക് അങ്ങനെയല്ല, ഇതെല്ലാം ഒരേ ലെവലിലാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, ദാറ്റ് ഇക്വേഷൻ ഡോണ്ട് വർക്ക്. ദാറ്റ് ഫോർമുല ഡോണ്ട് വർക്ക്. ദാറ്റ് ഈസ് ദ റീസൺ മെനി ഓഫ് us സഫർ. ദാറ്റ് ഈസ് ദ റീസൺ. ലോകം തരുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് കിട്ടും, കർത്താവ് തരുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രമാണം, ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ ഹിസ് ഡോക്ട്രിൻസ്, ഇൻ ഹിസ് പ്രിൻസിപ്പിൾസ്. കർത്താവിൻ്റെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ് അവൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും ഉള്ളത്. നമ്മളത് അനുസരിക്കുന്നുവെങ്കിൽ നമുക്ക് കിട്ടും. നമുക്കറിയാം, ഈ ലോകത്ത് ഏത് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യിക്കണം, എങ്കിലേ അത് കിട്ടൂ, അല്ലേ? അത് ഇലക്ട്രിക് വർക്ക് ആയിക്കൊള്ളട്ടെ, മറ്റേ ഇലക്ട്രിക് ഗാഡ്ഗറ്റ്സ് ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും വ്യവസ്ഥകളോ എന്തെങ്കിലും കാര്യങ്ങളോ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മാതൃകയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ബയലോസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. ഇഫ് വി ഗോ ഇൻ ദാറ്റ് ഫ്ലോ, then only that would work, otherwise it won't. ആത്മീക ജീവിതത്തിലും അത്, ആത്മീക ജീവിതത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നമ്മൾ നിന്നെങ്കിൽ മാത്രമേ ആത്മീകമായി നമുക്ക് ലഭിക്കേണ്ട സ്വസ്ഥതയും സമാധാനവും സന്തോഷവും, അത് മാത്രമോ നമ്മുടെ വാഗ്ദത്തങ്ങളെയും പ്രാപിക്കുവാനായിട്ട് നമുക്ക് പറ്റൂ. ഹല്ലേലൂയ. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജോലിയുടെ ആവശ്യമില്ല, ഈ ലോകത്ത് കുടുംബത്തിൻ്റെയും ഭവനത്തിൻ്റെയും ആവശ്യമില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ?
എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, 1 തീമോത്തി 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. Worse than an infidel if he doesn't save up for himself and his family. ഒരു സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു വ്യക്തി കരുതുന്നില്ലെങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഭൂമിയിൽ നമ്മൾ കരുതരുതെന്നല്ല, മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ നമ്മൾ കരുതരുതല്ല, കഷ്ടപ്പെടരുതെന്നല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കിക്കേ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, യേശു കർത്താവിന്റെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. യേശു കർത്താവ് 33-ൽ പരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചില്ലേ? കർത്താവ് 30-ാമത്തെ വയസ്സിലാണ് ശുശ്രൂഷയിലേക്ക് വന്നത്. താൻ പ്രവൃത്തി തുടങ്ങുമ്പോൾ തനിക്ക് 30 വയസ്സായിരുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ആ 30 വയസ്സ് വരെ കർത്താവ് എന്താ ചെയ്തത്? തന്റെ കുടുംബത്തെ പോറ്റുകയായിരുന്നു. തന്റെ അമ്മയെയും തന്റെ സഹോദരങ്ങളെയും താൻ വേല ചെയ്ത്, താൻ തച്ചനായിട്ട് ആശാരിപ്പണി ചെയ്ത് തന്റെ കുടുംബത്തെ പോറ്റുകയായിരുന്നു കർത്താവ്. ഹല്ലേലൂയ. തനിക്ക് ഭവനമുണ്ടായിരുന്നു കബർന്നഹൂമില്. ദൈവവചനം പറയുന്നുണ്ട്. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, അവര് മുക്കുവരായിരുന്നു, അവർ അധ്വാനിക്കുന്നവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിയേ, അവൻ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് കൂടാരപ്പണി ചെയ്തിട്ട് തനിക്കും തന്റെ കൂടെ ഉള്ളവർക്കുമുള്ള അഹോവൃത്തിയും പ്ലസ് സാധുക്കളായിരിക്കുന്ന വിശ്വാസികളെ സഹായിപ്പാൻ തക്കവണ്ണവും തന്റെ അധ്വാനം കൊണ്ട് താൻ സമ്പാദിച്ചിരുന്നു. എന്തിനാ? മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം. യേശു കർത്താവിന്റെയും ശിഷ്യന്മാരുടെയും കൂട്ടത്തിൽ യൂദാസിനെ കുറിച്ച് പറയുന്നത് അവൻ്റെയിലായിരുന്നു പണസഞ്ചി എന്ന്. കാരണം അതിനകത്തൊരു ചെറിയ നിക്ഷേപം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് നിക്ഷേപം വേണം. നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കരുതുന്നതിന് വേണ്ടി, നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ വേണം. അതിനൊന്നിനും കർത്താവ് എതിരല്ല. ഈ ഭൂമിയിൽ അതിനുള്ള കൃപ നമുക്ക് കർത്താവ് തരും, അതിനുള്ള ബലം തരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഡു യു ലിവ് ഫോർ ദാറ്റ് ഓർ നോട്ട്? നീ അതിനു വേണ്ടിയാണോ ജീവിക്കുന്നത്? നീ അതിനെയാണോ സ്നേഹിക്കുന്നത്? അതാണോ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ എലീഷയുടെ ജീവിതത്തിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളുടെ ഭാര്യ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എലീഷയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ദാസൻ, അതായത് എലീഷയോട് പറയുക, പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ മരിച്ചുപോയി. പക്ഷെ മരിച്ചു പോയപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? കടക്കാർ വന്നിട്ട് ആ കുടുംബത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും അടിമകളാക്കുവാൻ തക്കവണ്ണം, കാരണം കടം കൊടുത്തു തീർക്കുവാൻ പറ്റാത്തത് കൊണ്ട് അടിമകളാക്കുവാൻ തക്കവണ്ണം വന്നിരിക്കുന്നുവെന്ന് ഈ സഹോദരി കരഞ്ഞുകൊണ്ട് എലീഷ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? കുടുംബത്തിന് വേണ്ടി കരുതണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് കിട്ടുന്നതെല്ലാം ഇന്ന് ഡർബാർ അടിച്ച് മറ്റുള്ളവർക്കും വാരി വെതറി കൊടുത്തിട്ട് എപ്പോഴും സീറോ ബാലൻസും കൊണ്ട് നടക്കണമെന്നല്ലത് പഠിപ്പിക്കുന്നത്. കാരണം ഇന്ന് നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, വാട്ട് അബൌട്ട് യുവർ വൈഫ്? വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ? ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ബോധമുള്ളവരായിരിക്കണമെന്ന് തന്നെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവവചനം പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്തെന്നറിയാമോ? അതല്ല നിന്റെ ജീവിത ലക്ഷ്യം. നിന്നെ ഈ ഭൂമിയിൽ അവൻ ആക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ജോലി ചെയ്ത് വേല ചെയ്ത് ഈ ഭൂമിയിൽ ഈ നിക്ഷേപങ്ങൾ കൂട്ടി വെക്കാനല്ല. അതിനപ്പുറം ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ നോക്കണം, അവർക്ക് വേണ്ടി കരുതുവാനുള്ളത് കരുതണം. അതിനൊക്കെ അപ്പുറമായിട്ട് ഇത് താൽക്കാലികമാണ്, കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമുള്ള ടെമ്പറൽ അറേഞ്ച്മെന്റ് ആണ്. എന്നാൽ നിത്യമായ നിന്റെ ജീവിതം ഈ ഭൂമി വിട്ട് മരണത്തിന് ശേഷം മറ്റൊരു ലോകത്താണ് എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരും അത് തെറ്റിദ്ധരിക്കരുത്. ഈ വചനം കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം വെക്കുവീരെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജോലി ഒന്നും ചെയ്യാതെ വേലയൊന്നും ചെയ്യാതെ എന്റെ നിക്ഷേപം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് മടിയന്മാരായിട്ട് ജീവിക്കണമെന്നല്ല പഠിപ്പിച്ചത്. ഈ ഭൂമിയിൽ എന്ത് നന്മ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിലും, ഈ ഭൂമിയിൽ ഒരുപക്ഷെ നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിൽ, ധനിക കുടുംബത്തിലായിരിക്കും നമ്മൾ ജനിച്ചത്. ഹല്ലേലൂയ. നമുക്ക് സ്വയം നമ്മൾ അധ്വാനിക്കാതെ തന്നെ ധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ കർത്താവ് പറയുന്നു, ഇതൊക്കെ ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവിൽ നീ ജീവിക്കണമെന്ന്. ഇതൊന്നും നിന്റെ സമ്പാദ്യമാണെന്നുള്ള ചിന്തയിൽ ഹല്ലേലൂയ നീ ആയിരിക്കരുതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. Praise God. This is the question. Are you loving your possession? Is it the mark of your success or your failure? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം ഒരു ജയമാണോ പരാജയമാണോ എന്ന് ഞാൻ നിശ്ചയിക്കുമ്പോൾ, ഞാൻ ജയമാണോ പരാജയമാണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണ്? ഈ ഭൂമിയിൽ നേടിയ നിക്ഷേപങ്ങളുടെ വെളിച്ചത്തിലാണോ? ദാറ്റ് ഈസ് ദ പോയിന്റ്. എനിക്ക് ഇത്രയൊക്കെ ഇവിടെ നേടാൻ പറ്റി, എനിക്ക് ഒത്തിരി കാര്യങ്ങളെ ചെയ്യാൻ പറ്റി. ഹല്ലേലൂയ. എൻ്റെ പേരിൽ ഒത്തിരി ക്രെഡൻഷ്യൽസ് കിട്ടി.
എനിക്കൊത്തിരി ക്രെഡിറ്റ് ഉണ്ട്, എനിക്ക് പേരും പെരുമയും ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് അധികാര സ്ഥലത്ത് എത്തുവാനായിട്ട് പറ്റി, മറ്റുള്ള ആർക്കും റീച്ച് ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ഈ ഭൂമിയിൽ എനിക്ക് എത്താൻ പറ്റി. ഇതാണോ? When you analyze your life, whether it's a success or a failure, comes into your mind. അതാണ് തെറ്റ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ എപ്പോഴും ചിന്തിക്കണമേ, ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നു, ഒരുത്തിന് ധനസമൃദ്ധി ഉണ്ടായാലും അതല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. മനോഹരമായ ഒരു വാക്യം അവിടെ ഉണ്ട്. ഒരാൾക്ക് ധനസമൃദ്ധി ഉണ്ടായാലും അതല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. എ മാൻസ് ലൈഫ് ഡസൻ ആ വാക്യം ഒന്ന് എടുത്തു നോക്കി. എ മാൻസ് ലൈഫ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് ദി അബണ്ടൻസ് ദാറ്റ് ഹി പൊസസ്. അങ്ങനെയാണ് ആ വാക്യം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്, ഒരു മനുഷ്യന് ധനസമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അല്ലേ? എത്ര? 15, verse 15. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. And he said unto them, take heed and beware of a covetousness of man's life consists not in the abundance of things which he possesses. Hallelujah. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിൽ നമ്മുടെ ജയവും പരാജയവും നിശ്ചയിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമൃദ്ധിയല്ല. അതാ ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജയമെന്നോ പരാജയമെന്നോ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഭൂമിയിലുണ്ടായ നേട്ടത്തെക്കുറിച്ചാണ്. അല്ലേ? എൻ്റെ ജീവിതം ഒരു വലിയ പരാജയമായി പോയി എന്ന് നമ്മൾ പറയുമ്പോൾ ഏത് വിഷയത്തിലാണ് നമ്മൾ പരാജയത്തെ കാണുന്നത്? ലോകത്തിലെ കാര്യങ്ങളില്ല. ഒന്നുകിൽ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല, അല്ലെ കുറച്ച് കടഭാരത്തിൽ വന്നു, അല്ലെ കുടുംബജീവിതം താറുമാറായിപ്പോയി. ഭൂമിയിലുള്ള എർത്തലി വിഷയങ്ങളിലാണ് നമ്മൾ ജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രായം നമുക്കിവിടെ ഉള്ളവരുണ്ട്. ഐ എം ജസ്റ്റ് ലീവിങ് ദ ചിൽഡ്രൻ aside. കുഞ്ഞുങ്ങളെ ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ഇവിടെ ഇരിക്കുന്ന അഡൽട്സിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പ്രായം നിങ്ങൾക്കറിയാമല്ലോ. ഒരു 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷത്തിന് മുമ്പ് നിങ്ങൾ വാങ്ങിച്ച എക്സ്പെൻസീവ് ക്ലോത്ത്സ് ഒക്കെ ഇപ്പൊ ഇവിടെ പോയി. ഒരു 15 വർഷത്തിന് മുമ്പ് നിങ്ങൾ ഓടിച്ച എക്സ്പെൻസീവ് കാർ എന്തിയെ? കർത്താവ് പറഞ്ഞ വളരെ സത്യമാണ്. ഒന്ന് തുരുമ്പ് കൊണ്ടുപോയി, മറ്റേതോ പുഴുവും ചെതലും ഒക്കെ തിന്ന്. ശരിയല്ലേ കർത്താവ് പറഞ്ഞത്? നമ്മുടെ നിക്ഷേപങ്ങളാണ്. അന്ന് നമ്മുടെ നിക്ഷേപങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ വില കൂടിയ ഡ്രസ്സുകൾ, വില കൂടിയത് എന്തോ ഈ ഭൂമിയിലുള്ളത്, അത് വാഹനമായിക്കൊള്ളട്ടെ, ഭവനമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അടുത്ത ചില വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ അത് ചിലത് പുഴുവും തുരുമ്പും കൊണ്ടുപോകും, ചിലത് ഇല്ലാതെയായിപ്പോകും. അത് കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയോ അത് നമ്മുടേതല്ലാതായിത്തീരും. ഈ ആർക്കിയോളജിക്കൽ റിമെയിൻസ് ഉണ്ടല്ലോ, നമ്മൾ കാണത്തില്ലേ, പുരാവസ്തു ഗവേഷകർ ചിലതൊക്കെ കുഴിച്ചെടുത്തു എന്നും പറഞ്ഞ് കേൾക്കാറില്ലേ? എന്താ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളത്, 4000 വർഷങ്ങൾക്ക് മുമ്പുള്ളതൊക്കെ കുഴിച്ചെടുത്തു എന്ന് പറയുന്നില്ലയോ? അതിതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാലത്ത് അവര് വലിയ വലിയ സാമ്രാജ്യ ശക്തികൾ, വലിയ വലിയ രാജാക്കന്മാർ, വലിയ വലിയ ഭൂവുടമകൾ അതിനുവേണ്ടി ജീവിച്ചു. അവർ വലിയ വലിയ സിറ്റികൾ ഉണ്ടാക്കി, ആ സിറ്റികൾക്ക് ചുറ്റും വലിയ മതിൽ കെട്ടി അതിനെ സൂക്ഷിച്ചു. അവരെല്ലാം പറഞ്ഞു, നെബൂഖദ്നേസർ പറഞ്ഞതുപോലെ, ഇതാ എത്ര ബാബിലോണിനെ കുറിച്ച് പറഞ്ഞത്, ബാബിലോണിന്റെ പ്രശസ്തിയെ കുറിച്ച് പറഞ്ഞത്, എത്ര മനോഹരമായ ബാബിലോൺ, എന്റെ കൈകളാണ് ഇത് മെനഞ്ഞത്. അന്നത്തെ ചരിത്രത്തിൽ നിലനിന്നിരുന്നതിൽ, ലോകത്തിൽ നിലനിന്നിരുന്നതിൽ വലിയ അത്ഭുതങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹാങ്ങിങ് ഗാർഡനും അതുപോലെ പൂന്തോട്ടവും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈജിപ്ഷ്യൻ സംസ്കാരമായിക്കൊള്ളട്ടെ, റോമിന്റെ സംസ്കാരമായിക്കൊള്ളട്ടെ, ഗ്രീക്കിന്റെ സംസ്കാരമായിക്കൊള്ളട്ടെ, ഇതൊക്കെ നോക്കി ആ കാലഘട്ടങ്ങളിൽ അവരതിനു വേണ്ടി ജീവിച്ചു, അതിനുവേണ്ടി അവർ പ്രയത്നിച്ചു, അതിനെ അവർ കാത്തു സൂക്ഷിച്ചു. പക്ഷെ ഇന്നതൊക്കെ എവിടെ? ഇന്നതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മൈലുകൾ ഭൂമിക്കടിയിലേക്ക് കുഴിച്ചു നോക്കണം. കർത്താവ് പറഞ്ഞ വാക്യം എത്ര വ്യക്തമാണത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇന്ന് നീ നിക്ഷേപം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ നിക്ഷേപം എന്ന് പറയുന്നത്, ചില വർഷങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ, ഒരു 50 വർഷമോ ഒരു 100 വർഷമോ കഴിയുമ്പോൾ അതൊക്കെ ചെതല് തിന്ന് കാണും, അതൊക്കെ തുരുമ്പരിച്ച് കാണും, അതൊക്കെ ഇല്ലാതെയായി പോയി കാണും. എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം നിത്യമായി നിലനിൽക്കുന്ന നിക്ഷേപമാണ്. അത് 100 വർഷം മുമ്പ് നീ ഉണ്ടാക്കിയ നിക്ഷേപമായാലും ശരി, 1000 വർഷം മുൻപ് ഉണ്ടാക്കിയ നിക്ഷേപമായാലും ശരി, അതവിടെ നിന്റെ പേരിൽ തന്നെ കാണും. കർത്താവ് പറഞ്ഞ വചനം അതാ. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. എക്ലേസിയാസ്
2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. സഭാപ്രസംഗി 2-ാം അധ്യായത്തിൻ്റെ ഞാനൊന്ന് വായിക്കാം. 10-11 വാക്യങ്ങളിൽ ശലോമോൻ പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിനൊരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. ഹിയർ ഈസ് എ മാൻ who was called by the world to be a successful king, a wise king. ലോകം ഏറ്റവും ബുദ്ധിമാനെന്നും ഏറ്റവും സമൃദ്ധിയുള്ളവനെന്നും ഏറ്റവും ധനികനാണെന്നും ഏറ്റവും സുന്ദരനുമാണെന്ന് പറഞ്ഞിരുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ശലോമോൻ. ആ ശലോമോൻ തൻ്റെ ജീവിതത്തിന്റെ അനുഭവം ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ വിലക്കിയില്ലെന്ന്, എൻ്റെ ഹൃദയത്തിന്റെ സന്തോഷം ഒന്നും ഞാൻ വിലക്കിയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊക്കെ ഞാൻ പ്രാപിച്ചു, എൻ്റെ ഹൃദയത്തിന് സന്തോഷം തരുന്നതൊക്കെയും ഞാൻ ചെയ്തു, ഒന്നിനെയും ഞാൻ വിലക്കിയില്ല. അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചു, എൻ്റെ സകല പ്രയത്നവും നിമിത്തം ഞാൻ സന്തോഷിച്ചു. എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും എനിക്ക് വിജയം കാണുവാൻ കഴിഞ്ഞു. ലോകം മുഴുവനും എന്നെ ആദരിച്ചു, ലോകം മുഴുവനും എന്നെ അംഗീകരിച്ചു, ലോകത്തിൽ പേരും പെരുമയും ഉണ്ടായി. ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും എൻ്റെ ജീവിത ചരിത്രങ്ങളും എൻ്റെ നേട്ടങ്ങളും എല്ലാം ചരിത്രം എഴുതി വെച്ചു. എന്നാൽ അതേ രാജാവ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ. ഞാൻ എൻ്റെ കൈകളുള്ള സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും ഒന്ന് നോക്കി. ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ജീവിതത്തിന്റെ അവസാനത്തേക്ക് കടന്നു വന്നപ്പോൾ രാജാവ് പറയുകയാണ്, ഞാൻ ചെയ്ത പ്രയത്നങ്ങളെ, എൻ്റെ നേട്ടങ്ങളെ, എൻ്റെ കൈ മെനഞ്ഞെടുത്തതിനെ, എൻ്റെ ഹൃദയം സന്തോഷിച്ച വിഷയങ്ങളെ ഒക്കെയും ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത്? എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ, സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. You understood, my brothers, my sisters. This is exactly what is going to happen to you and to me. ഈ ഭൂമിയിലെ നിക്ഷേപത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഓടുമ്പോൾ, ഈ ഭൂമിയിൽ പ്രയത്നം നേടി എന്തൊക്കെയോ ഞാൻ നേടി, എന്തൊക്കെയോ പ്രാപിച്ചു, എന്തിനൊക്കെയോ ഞാൻ ചെയ്തെടുത്തു എന്ന് പറഞ്ഞ് ഓടി 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 അവസാനം തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു സമയം കർത്താവ് തന്നാൽ, പലർക്കും കിട്ടത്തില്ല ആ സമയം. അങ്ങനൊരു സമയം തന്നാൽ ശലോമോൻ പറഞ്ഞ ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ: എൻ്റെ പ്രയത്നമെല്ലാം വൃഥാവായി പോയി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപത്തിന് മുൻകരുതൽ കൊടുത്ത് സ്വർഗത്തിലെ നിക്ഷേപത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ അവസാന നാളുകൾ ഈ ഭൂമിയിൽ അടുക്കും തോറും അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തുടിപ്പുണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? എന്നെ കാത്തൊരു നിക്ഷേപം അവിടെ ഉണ്ടല്ലോ, എന്നെ കാത്തൊരു നിക്ഷേപം അവിടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ! ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ച ആയുസ്സിൽ ഞാനൊരു നിക്ഷേപം സ്വർഗത്തിൽ പണിതെടുത്തല്ലോ. ഞാൻ അവിടേക്ക് വരിക, എന്താ ഈ നിക്ഷേപം എന്ന് പറയാൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്ക് ആർക്കും ജീവിതത്തിൽ അബദ്ധം പറ്റിപ്പോവാൻ ഇടയാകരുത്. ശലോമോൻ പറഞ്ഞതുപോലെ പറയുവാൻ തക്കവണ്ണം ഇടയാകരുത് ഇത് മായയാണെന്ന്. ഈ ഭൂമിയിലുള്ളതൊക്കെ മായ. ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് അല്ലേ? പണ്ട് നമ്മുടെ നേട്ടവും ജയവുമായിരുന്നതൊക്കെ ഇപ്പൊ എന്തിയേ? ഇല്ല, ശരിയല്ലേ? നമ്മൾ വലിയ വിലക്ക് കൊടുത്ത് വാങ്ങിച്ച വാച്ചൊക്കെ ഉണ്ടല്ലോ, ഒരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പൊക്കെ. ആ വാച്ച് എന്ത് ചെയ്യും? ഇപ്പം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അതെവിടെയാന്ന്? ഓർത്ത് നോക്ക്. അതൊന്നും ആരെ കൊണ്ടൊന്നും നമ്മൾ തൊടിക്കത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദ തിങ്സ് വിച്ച് വി ഹാവ് ടുഡേ. ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊന്നും വിലയില്ലാത്തതായി മാറും. ഈ നിക്ഷേപമൊക്കെ മായയും വൃഥാ പ്രയത്നവുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ കർത്താവിലുള്ള നിക്ഷേപം, സ്വർഗത്തിലുള്ള നിക്ഷേപം, അതിൻ്റെ മഹത്വം ഏറെ 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 ഏറെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയുവാനായിട്ട് പറ്റും, ഇഫ് ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എൻ്റെ നിക്ഷേപമുള്ളിടത്താണെന്ന്? എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ പറയുവാൻ കൃപ ലഭിച്ചവർക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയും. അതൊരു ഊഹാപോഹമാകരുത് കേട്ടോ. വെറുതെ പറഞ്ഞ് പറച്ചിലായി പോകരുത്. എക്സൈറ്റ്മെന്റിൽ പറഞ്ഞ പറച്ചിലായി പോകരുത്. വല്ലപ്പോഴും ഒന്ന് കൺഫേം ചെയ്യണം ആ നിക്ഷേപം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. നമുക്കറിയാം, ഈ നിക്ഷേപങ്ങളെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത ഒരു ദൈവപുരുഷനെ പഴയ നിയമത്തിൻ്റെ പേജുകളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 11-ാം അധ്യായം
24-26 എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദിസ് വാസ് എ ചോയ്സ്. നമുക്കറിയാം മോശയുടെ ജീവിതം. മോശയുടെ ചെറുപ്പത്തിൽ തന്നെ മോശയെ ഫറവോന്റെ പുത്രി ദത്തെടുത്തു. അന്നത്തെ ഫറവോന്റെ രാജസമ്പ്രദായം എന്ന് പറഞ്ഞാൽ മരുമക്കത്തായമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഫേറോ ഇല്ലാതായി കഴിഞ്ഞാൽ ആ ഫേറോയുടെ മകനല്ല ഫേറോ ആകുന്നത്, ആ ഫേറോയുടെ നെഫ്യൂ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകനാണ് അടുത്ത ഫേറോ ആകേണ്ടത്. മനസ്സിലായല്ലോ? നമ്മുടെ നാട്ടിലെ മരുമക്കത്തായ സമ്പ്രദായം അറിയാമല്ലോ, രാജാക്കന്മാരുടെ ഇടയിൽ രാജസമ്പ്രദായത്തില്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ചരിത്രകാരന്മാർ പറഞ്ഞു മോശയായിരിക്കാം അടുത്ത ഫേറോ ആയി മാറേണ്ടത്. ചിന്തിച്ചു നോക്കി. കാരണം പെങ്ങളെടുത്ത് തൻ്റെ മകനായിട്ട് ഫറവോന്റെ പെങ്ങൾ അല്ലെങ്കിൽ ഫറവോന്റെ സിസ്റ്റർ തൻ്റെ മകനായിട്ട് അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന പൈതലാണ് ആര്? മോശ. ഇവിടെ നോക്കണമേ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, നിക്ഷേപം. നീ എവിടെയായിരിക്കണമെന്നുള്ളത് ഓട്ടോമാറ്റിക് അല്ല. നീ എവിടെയായിരിക്കണമെന്നുള്ളത് വോളണ്ടറി അല്ല. അത് ഒരു പർപ്പസ്ഫുൾ ചോയ്സ് ആണ്, ഇലക്ഷനാണ്, സെലക്ഷനാണ്. എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ പിക്ക് ചെയ്യണം, അതിനൊരു വില കൊടുക്കണം. അടുത്ത വിലയെക്കുറിച്ച് പറയുന്നു. എന്താ? 25-ാമത്തെ വാക്യം പറയുന്നു, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ചിലർക്കൊരു സംശയം ഉണ്ടാകും, ഫറവോന്റെ പുത്രി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അത് വലിയ ഫറവോയെ കുറിച്ചാണ് പറയുന്നത്. അപ്പനും മോനും ഒക്കെ ഉണ്ടല്ലോ. ഫറവോന്റെ ഇറ്റ് ഈസ് ആക്ച്വലി ദൈവത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ഇറ്റ് വാസ് ഹിസ് സിസ്റ്റേഴ്സ് സൺ എന്നാണ്. ഹല്ലേലൂയ. പെങ്ങളുടെ മകനായിട്ട് അടുത്ത മരുമക്കത്തായ സമ്പ്രദായത്തിൽ ഫേറോ ആയി തീരുവാൻ തക്കവണ്ണം സാധ്യതയുള്ളവനായിരുന്നു, കാൻഡിഡേറ്റ് ആയിരുന്നു മോസസ്. ഹല്ലേലൂയ. വാട്ട് എവർ ബി ഇറ്റ്. ഇവിടെ നോക്കിക്കേ, പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഏത് പ്രതിഫലമാണ് നോക്കിയത്? ഒരു രാജാവിന് കിട്ടാത്ത പ്രതിഫലം ഈ ഭൂമിയിൽ വേറെ എന്തോ ഉണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞു. Moses could have been having the greatest reward a person can ever get in this world. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം കിട്ടുവാൻ തക്കവണ്ണം സാധ്യതയുള്ളവനായിരുന്നു ആര്? മോശ. പിന്നെ ഏത് പ്രതിഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? രാജാവാകുവാനുള്ള, അല്ലെങ്കിൽ റോയൽ സൺ, അല്ലെങ്കിൽ റോയൽ ഒരു കിരീടാവകാശി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെയുള്ള ശ്രേഷ്ഠമേറിയ ഒരു പ്രതിഫലം ലോകം അവന് വാഗ്ദത്തം ചെയ്തപ്പോൾ അത് വേണ്ട എന്ന് വെച്ച് അവൻ മറ്റൊരു പ്രതിഫലം നോക്കി. ആ പ്രതിഫലം ഏതാ? അതാ സ്വർഗത്തിലെ പ്രതിഫലം, അതാ സ്വർഗത്തിലെ നിക്ഷേപം. ഈ ഭൂമിയിലുള്ള നിക്ഷേപം വേണ്ട എന്ന് വെച്ചിട്ട് സ്വർഗത്തിലെ നിക്ഷേപത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, അടുത്ത വാക്യം പറയുന്നു, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ശ്രദ്ധിച്ചു നോക്കിയേ, ക്രിസ്തുവിനെ കുറിച്ച് അന്നവന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ദിസ് കുഡ് ബി ഇൻകോംപ്രിഹെൻസിബിൾ ഫോർ എ കോമൺ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു സാധാരണ മനുഷ്യന് ഇത് മനസ്സിലാക്കുവാൻ കോണം ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഏബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, ഏബ്രഹാം കൈകളാൽ പണിയപ്പെടാത്ത ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട്. അതെങ്ങനെയാ അങ്ങനെ? അല്ലെങ്കിൽ യെശയ്യാവിനെ കുറിച്ചോ അല്ലെങ്കിൽ ദാവീദിനെ കുറിച്ചോ അവരൊക്കെ പ്രവചനത്തിലൂടെ മെശിഹായുടെ വരവിനെ കുറിച്ച് അവർ പ്രവചിച്ചതായിട്ട് സങ്കീർത്തനത്തിലും മറ്റു പുസ്തകങ്ങളിലും കാണുന്നു. എങ്ങനെ അവർക്ക് അരുളപ്പാട് കിട്ടി? സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. മോശയുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ, സ്വർഗത്തിനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ തക്കവണ്ണം അവൻ തെരഞ്ഞെടുത്തു. എന്തിന്? എന്നേക്കും നിലനിൽക്കുന്ന നിക്ഷേപത്തെ മുന്നിൽ കണ്ടിട്ട്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു പ്രതിഫലത്തിന് വേണ്ടി അവൻ കാത്തിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കാണുന്നത്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടു പോന്നു. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ. ഒരു വലിയ നിന്ദയാണിത്.
സ്വർഗത്തിലെ നിക്ഷേപത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ നിക്ഷേപത്തിന്റെ പിന്നാലെ എൻ്റെ ലക്ഷ്യം വെക്കുമ്പോൾ, സ്വർഗത്തിന്റെ നിക്ഷേപത്തിന്റെ പിന്നാലെ എൻ്റെ ഹൃദയത്തെ കൊടുക്കുമ്പോൾ അവിടെ ഒരു നിന്ദയുണ്ട്. ലോകം നമ്മളെ ത്യജിക്കും, ഹല്ലേലൂയ, എന്നാൽ അതിനൊരു വലിയ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലമാണ് നമ്മളിവിടെ കണ്ടത്. അതിനുവേണ്ടി വില കൊടുത്തവനാ മോശ. നമുക്കറിയാൻ പറ്റും മോശയെക്കുറിച്ച്. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മോശയാണ്. അത് വെറുതെ അവന് ലഭിച്ചതല്ല, അവരൊരു വില കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് കിട്ടിയതാണ്. നമ്മൾ മറന്നു പോകരുത്. അവിടെ ആ നിക്ഷേപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ അതുപോലെ സഹോദര സഹോദരി, എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഈ ചോയ്സ് കിട്ടുകയാണ്. ദൈവം നമുക്ക് എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുക. ഈ ലോകം നമുക്ക് ഒത്തിരി ഒത്തിരി ക്രെഡൻഷ്യൽസ്, ഒത്തിരി അച്ചീവ്മെന്റ്സ്, ഒത്തിരി സ്ഥാനമാനങ്ങൾ ഒക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അത് വേണ്ടെന്ന് വെച്ചിട്ട് പ്രതിഫലം നോക്കി കർത്താവിന്റെ നിന്ന സഹിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളും തയ്യാറാകുന്നു. പ്രതിഫലം നോക്കി, ഇറ്റേണലായിട്ടുള്ള ആ റിവാർഡ് നോക്കി, നിത്യമായി നിലനിൽക്കുന്ന പ്രതിഫലം നോക്കി ഇതൊക്കെ വേണ്ടെന്ന് വെക്കുവാൻ നമുക്ക് കഴിയുമോ? ഈ ലോകം തരുന്ന മാന്യത വേണ്ട, ഈ ലോകം തരുന്ന പേരും പെരുമയും വേണ്ട, ഈ ലോകം തരുന്ന സ്ഥാനമാനങ്ങൾ വേണ്ട, ഈ ലോകം തരുന്ന അംഗീകാരം വേണ്ട. മോശ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇത് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. മുന്നോട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ മുമ്പേ നമ്മൾ വായിച്ച വചനഭാഗത്തിന് താഴെ 16 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനവാനായ ഒരു മനുഷ്യൻ്റെ കൃഷിഭൂമി നന്നായി വിളഞ്ഞതിനെക്കുറിച്ച്. അപ്പോൾ ആ മനുഷ്യൻ തന്നെത്താൻ ഇരുന്നു കൊണ്ട് അവൻ തന്നെത്താൻ സംസാരിച്ചു. എന്തോന്നറിയാമോ? എനിക്ക് അനവധി ആണ്ടുകൾക്ക് വേണ്ടതൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഐ എം കംഫർട്ടബിൾ വിത്ത് ഓൾ മൈ ഏർണിങ്സ്. എനിക്ക് ലോകത്തിൽ കിട്ടിയത് കൊണ്ട് ഞാൻ കംഫർട്ടബിളാ. അതുകൊണ്ട് ഞാൻ ഇനി എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇരിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ. നമ്മളിൽ പലരും ജീവിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്കാണ്. എന്തിനാ സഹോദര ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്, എന്തിനാ സഹോദരി ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം റിട്ടയർമെന്റ് അല്ലേ? റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഈ ലോകമൊക്കെ ഒന്ന് കാണാൻ പോകണം. നമുക്ക് വലിയ പ്ലാനും പദ്ധതികളും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും കുഞ്ഞുങ്ങളെയൊക്കെ ഒരു നിലയിലാക്കി. ഈ രാജ്യത്ത് അങ്ങനെ ആരും ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചിന്ത അങ്ങനെയായിരിക്കാം. കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നിലയിലൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു റിട്ടയർമെന്റ് ലൈഫ്, ബാക്കിയുള്ള ജീവിതമൊക്കെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിക്കോളൂ എന്നുള്ള രീതിയിൽ. സഹോദര സഹോദരി, ഈ മനുഷ്യൻ പറഞ്ഞതിന് തുല്യമാണ്. എന്താണെന്നറിയാമോ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ഒരു പണിയും ചെയ്യാതെ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും. നമുക്കറിയാം അവിടെ എന്താ സംഭവിച്ചതെന്ന്. മൂഢ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ദൈവം നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകുമെന്ന്. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നതാണ് മൂഢ, ഫൂൾ. ഫൂൾ, ബിക്കോസ് യു ആർ അക്യൂമുലേറ്റിംഗ് യുവർ വെൽത്ത് ഇൻ ദിസ് വേൾഡ്. And looking into the wealth that you have accumulated, you are saying that I have enough because I am trusting in the riches of this world. ഈ ലോകത്തിലെ നിക്ഷേപങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ നോക്കിക്കൊണ്ട് പറയുകയാണ്, I am comfortable now, I am happy now. But the Lord is asking, oh fool, if I call you back home tonight, who will inherit everything that you have toiled up until now? ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കിയതൊക്കെ ആര് കൊണ്ടുപോകും? എന്നിട്ട് അടുത്തൊരു വാക്യം പറയുന്നുണ്ട്, ദൈവവിഷയമായി സമ്പന്നനാകാത്തവൻ്റെ എല്ലാം ഗതി ഇങ്ങനെയാവുക. എല്ലാവരുടെയും കർത്താവ് ഒരു വലിയൊരു വാണിംഗ് അവിടെ തരികയാണ്. ദൈവവിഷയമായി സമ്പന്നനാകാത്തവൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി നമ്മൾ ദൈവവിഷയമായിട്ട് നമ്മൾ ട്രൂലി റിച്ച് ആണോ അല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രയത്നം, നമ്മുടെ ഉറക്കളപ്പ്, നമ്മുടെ ആഗ്രഹം, നമ്മുടെ പാഷൻ, നമ്മുടെ കഠിന പ്രയത്നം, ഇതൊക്കെയും ഈ ലോകത്തിന് വേണ്ടിയുള്ള നിക്ഷേപമാണെങ്കിൽ കർത്താവ് പറയുന്നു, ദൈവവിഷയമായി നീ സമ്പന്നനായില്ല എങ്കിൽ നിന്റെ ഗതി ആ മനുഷ്യൻ്റെ ഗതി പോലെ തന്നെയാണ്. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി ഈ ലോകം വിട്ടു പോകേണ്ടതായിട്ട് വരും. ഒരു വലിയ റിമോഴ്സിലായിരിക്കും പോകേണ്ടതായിട്ട് വരുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ഭക്ഷണം കഴിക്കാതെ നാട്ടിൽ പറയുന്നതിൻ്റെ തൊട്ട് എന്താ മുണ്ടൊക്കെ വരിച്ചുകൊടുത്ത് മുറുക്കി കൊടുത്ത് എന്ന് പറഞ്ഞാൽ അകത്തെ വിശപ്പ് സഹിക്കാൻ വയ്യാൻ മുറുക്കി കൊടുത്തിരിക്കുക. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ മക്കൾ ലാംബിഷായിട്ട് സ്പെൻഡ് ഔട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? സന്തോഷമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവരുടെ ജീവിത സമയം അവസാനം വരുമ്പം അവർക്ക് എന്തൊരു വിഷമമായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയല്ലേ.
കർത്താവ് അത് മുന്നമേ നമ്മളോട് പറയുക, ആ അവസ്ഥയിലേക്ക് നിൻ്റെയും എൻ്റെയും ജീവിതമാകാതിരിക്കാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഒരു റിച്ച് യങ് റൂളർ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ റിച്ച് യങ് റൂളർ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് അവിടെ ചോദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളൊക്കെ അനുസരിക്കണമെന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ടല്ലേ. മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം, ഇതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. അന്നേരം ആ കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത്? നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ. അവിടെ വചനം പറയുന്നത്, അവൻ അധികം സമ്പത്തുള്ളവനാകിയാൽ ദുഃഖത്തോടെ പോയി കളഞ്ഞു. കാരണം അവൻ്റെ നിക്ഷേപം ഈ ഭൂമിയിലായിരുന്നു. ആ നിക്ഷേപം മാറ്റിവെച്ച് മറ്റൊരു നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം അവന് കഴിഞ്ഞില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, പുഴുവും തിരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിലെ നിക്ഷേപത്തിന് ഈ ഭൂമിയിലെ നിക്ഷേപം പകരം വയ്ക്കുവാൻ തക്കവണ്ണം അവന് കഴിഞ്ഞില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ നിക്ഷേപമായിരുന്നു അവന് ഏറ്റവും വലുത്. മറന്നു പോകരുത് സഹോദര, സഹോദരി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളെ മാറ്റിവെച്ച് സ്വർഗത്തിലെ നിക്ഷേപം നേടിയ ഒരു ജനത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, ഐ എം റീഡിംഗ് ഫ്രം ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 32 ഓൺവേർഡ്സ്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം സഹിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഇവിടെ നോക്കിക്കേ, പ്രകാശനം ലഭിച്ച ശേഷം കർത്താവിനെ അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൂത്തുകാഴ്ചയാക്കാൻ തക്കും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ വിഷയമാകുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെന്ന അതിൻ്റെ അർത്ഥം. പീഡകൾ അവരേറ്റുന്ന, അത് മാത്രമല്ല അങ്ങനെ ഉള്ളവർക്ക് അവർ കൂട്ടാളികളായി തീർന്നെന്ന. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ പറയാനുണ്ട്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് തടവിലായ മനുഷ്യരെ ചെന്ന് കാണുവാൻ തക്കവണ്ണം, അവരെ സഹായിപ്പാൻ തക്കവണ്ണം, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ കുടുംബങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ തങ്ങളുടെ സമ്പത്തിനെ പോലും അവർ വിറ്റായാലും സമ്പത്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്തായാലും ശരി, അവർ ഈ ഭൂമിയിലുള്ള സമ്പത്തിൻ്റെ അപഹാരം സഹിച്ചു. അത് മാത്രമല്ല, അന്നത്തെ വിശ്വാസികളെ വേറെ ആരെങ്കിലും പോയി സഹായിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സമ്പത്തുകളും അവരുടെ സ്വത്തുകളൊക്കെ ഗവൺമെൻറ് കണ്ടുകെട്ടുമായിരുന്നു, ഗവൺമെൻറ് ഏറ്റെടുക്കുമായിരുന്നു. അത് മാത്രമല്ല, അന്നത്തെ ആൻറ്റി സോഷ്യൽസ് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന അറിയാമല്ലോ. ക്രിസ്ത്യാനികളെയൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് അവരുടെ സ്വത്തുക്കളൊക്കെ അപഹരിക്കുകയും മോഷ്ടിക്കുകയും ലൂട്ട് ചെയ്യുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നില്ല. എക്സാക്ട്ലി അതിനേക്കാൾ ഒരു 100% കൂടെ 100 മടങ്ങ് കൂടുതലെന്ന് കരുതിക്കോ. ഇവിടെ പറയുന്നു അതൊക്കെ ഈ വിശ്വാസികളെ സഹിച്ചു. എന്തിനെന്നറിയാമോ? ഉത്തമമായ ഒരു സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞിട്ട്. നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾ എഴുതിയിരിക്കുക സഹോദരങ്ങളെ. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവത്തിനെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എഴുതി തന്നിരിക്കുക ഈ നിക്ഷേപത്തെക്കുറിച്ച്, ഈ നിക്ഷേപത്തിന് വേണ്ടി വില കൊടുത്തവരെക്കുറിച്ച്. ജിം എലിയറ്റിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. എക്വദോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ നരഭോജികൾ, കാനിബൽസ് കൊന്ന മിഷണറിയെ നമുക്കറിയാം. 1956 1956 അറ്റ് ദി ഏജ് ഓഫ് 28, 28ാമത്തെ വയസ്സിൽ 28ാമത്തെ വയസ്സിലാണ് മനുഷ്യൻ മരിച്ചത്. അതും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കണ്ടേ ആയിട്ടുള്ളൂ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മരിച്ചത്. അദ്ദേഹം എഴുതിയ ഒരു നോട്ട് വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ഓഫ് ഹെവൻ ഈസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെവൻ ഓൺ എർത്ത്. സ്വർഗത്തെക്കുറിച്ച് ഈ ഭൂമിയിലുള്ളപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ അതാണ് സ്വർഗം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇത് അതായത് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. എന്നിട്ട് അതിനോട് കൂടെ കണ്ടിന്യൂ എഴുതിയിരിക്കുകയാണ്, ഹി ഈസ് നോ ഫൂൾ ഹു ഗിവ്സ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. ഹല്ലേലൂയ.
തനിക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്തതിനെ വിട്ടുകളയുന്നവൻ ഫൂളല്ലെന്ന്. എന്തിന്? ഒരിക്കലും നഷ്ടപ്പെടുവാൻ കഴിയാത്തതിനെ നേടുന്നതിന് വേണ്ടി. ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തതിനെ നേടുന്നതിന് വേണ്ടി സൂക്ഷിക്കുവാൻ കഴിയാത്തതിനെ വിട്ടുകളയുന്നവൻ വിഡ്ഢിയല്ലെന്ന്. ഹി ഈസ് നോ ഫൂൾ ഹു ഗിവ്സ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. ചിമ്മേരിയോട്ട് എഴുതിയത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി അല്ലായിരുന്നു നിക്ഷേപം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതം തീരുന്നതിന് മുമ്പേ, ഒരു ഫൂളായി നമ്മൾ തീരുന്നതിന് മുമ്പേ പറഞ്ഞതുപോലെ സന്യാസ ജീവിതം നയിക്കണമെന്നോ ഉള്ളതെല്ലാം വിറ്റുകളയണമെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ബട്ട് ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ വാട്ട് ഈസ് ഗോയിങ് ടു ബി ടെമ്പറൽ ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു ബി ഇറ്റേണൽ. എന്താണ് നിലനിൽക്കുന്നതെന്നും എന്താണ് താൽക്കാലികമെന്നും ഒരു തിരിച്ചറിവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാവട്ടെ. താൽക്കാലികമായുള്ളതിന് ആ പ്രാധാന്യം കൊടുത്താൽ മതി. നിത്യമായി നിലനിൽക്കുന്നതിന് ആ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അതാ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞ് നിർത്തുക സഹോദരങ്ങളെ. ഈ ഭൂമിയിലെ നിക്ഷേപത്തിന് നമുക്ക് അധ്വാനം ആവശ്യമല്ലേ? ഭൂമിയിൽ അധ്വാനിക്കാതെ ആർക്കെങ്കിലും നിക്ഷേപം കിട്ടുമോ? ഡു യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഹാവ് സേവിങ് ഇൻ ദിസ് വേൾഡ് വിത്തൗട്ട് ഹാർഡ് വർക്ക്? Do you think you can get and you can make treasures in this world without hard work, without commitment, without sacrifice? It is impossible. ഈ ലോകത്തിലെ ആര് ധനികന്മാരാകുന്നു? തീമോത്തിയുടെ ലേഖനത്തിൽ ആ ഭാഗം എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. തീമോത്തി 2-ാം അധ്യായത്തിൽ ഈ ഭൂമിയിലെ ഏത് ധനികന്മാരെ നോക്കിക്കോ, അവരൊത്തിരി പ്രയത്നിച്ച്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച്, ഒത്തിരി കഷ്ടതകളൊക്കെ ആയിട്ടാണ് അവർ ധനികന്മാരായി തീർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയിലെ റിച്ചസിന്, ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾക്ക് കഷ്ടത ആവശ്യമുണ്ടെങ്കിൽ, ത്യാഗം ആവശ്യമുണ്ടെങ്കിൽ, സമർപ്പണം ആവശ്യമുണ്ടെങ്കിൽ, സ്വർഗത്തിലെ നിക്ഷേപത്തിന് ഇതൊന്നും വേണ്ടേ? പറ, സ്വർഗത്തിലെ നിക്ഷേപത്തിന് ഇതൊന്നും വേണ്ടേ? സ്വർഗത്തിലെ നിക്ഷേപം ഈസിയായിട്ട് കിട്ടുമോ? ഇനി നമ്മൾ തീരുമാനിക്കുക, നമ്മളിൽ എത്ര പേര് പ്രയത്നിക്കുന്നു സ്വർഗത്തിലെ നിക്ഷേപത്തിന്? നമ്മൾ എത്ര പേർ അധ്വാനിക്കുന്നു സ്വർഗത്തിലെ നിക്ഷേപത്തിന്? നമ്മൾ എത്ര പേര് കഷ്ടത അനുഭവിക്കുന്നു സ്വർഗത്തിലെ നിക്ഷേപത്തിന്? ഈ ഭൂമിയിലെ ഒരു ബിസിനസ്മാൻ, അവൻ ഊണിലും ഉറക്കത്തിലും അതിനു വേണ്ടിയാണ്. ലോകത്തിന്റെ ഏത് കോണിലും യാത്ര ചെയ്യുവാൻ അവൻ തയ്യാറാണ്. ഏത് റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഒരു ബിസിനസ്സുകാരൻ. എന്തിന്? ഈ ഭൂമിയിലെ നിക്ഷേപത്തിന് വേണ്ടി അല്ലേ? ഇന്ത്യയിലായിരുന്നു നമ്മൾ UK എത്തിയത് റിസ്ക് എടുത്തിട്ടാണ് വന്നത്. എന്തിന്? ഈ ഭൂമിയിലെ നിലനിൽപ്പിന് വേണ്ടി അല്ലേ? നമ്മൾ ഭൗതികമായതിന് ഇതൊക്കെ എടുക്കും, റിസ്ക് എടുക്കും, ആരുടെയും കാല് പിടിക്കാൻ നമ്മൾ തയ്യാറാകും അല്ലേ? അതിനുവേണ്ടി എത്ര പണം മുടക്കുവാനും നമ്മൾ തയ്യാറാകും ഇല്ലേ? എന്നാൽ സ്വർഗീയമായ നിക്ഷേപത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്ന്. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. മനോഹരമായൊരു വാക്യമുണ്ട് ലൂക്കോസിന് ശേഷം 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകും. എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ? ആരെങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അനീതിയുള്ള മാമൻ എന്ന് പറയുമ്പോൾ അൺറൈച്ചസ് വെൽത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. പക്ഷെ നമ്മൾ കരുതുന്നത് എന്താണെന്നറിയാമോ? ഈ അധാർമികമായ മാർഗങ്ങളിലുണ്ടായ പണത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല അത്. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായത് അത് വേൾഡിലെ റിച്ചസിനെ കുറിച്ച് ഗ്ലോബലായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുക. ഈ ഭൂമിയിലുള്ള നമ്മുടെ നിക്ഷേപത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ഇറ്റ് ഈസ് അൺറൈച്ചസ് വെൽത്ത്. അതിനകത്ത് റൈച്ചസ്നെസ് ഇല്ല. ഇറ്റ് ഈസ് അൺറൈച്ചസ് വെൽത്ത്. ഈ ലോകത്തിലുള്ള മെറ്റീരിയൽ വെൽത്ത് എല്ലാം അൺറൈച്ചസ് ബിഫോർ ഗോഡ്. കർത്താവ് പറയുകയാണ്, നിനക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ കൊണ്ട് നീ കൂട്ടുകാരെ ഉണ്ടാക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഹാവ് സം സോൾസ് കൺവെർട്ടഡ്. ചിന്തിക്കണമേ, നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഒത്തിരി വഴികളുണ്ട്, നിക്ഷേപങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. കർത്താവ് പറയുകയാണ്, അതിൽ കുറച്ച് ഉപയോഗിച്ച് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നീ പ്രവർത്തിക്ക്. ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി ചില വഴികളൊരുക്ക്. ഹല്ലേലൂയ. ചില മിഷണറിമാർക്ക് കുറച്ച് പൈസ നീ അയച്ചു കൊടുക്ക്. അവരവിടെയൊക്കെ സുവിശേഷം പറയട്ടെ. ചില വ്യക്തികളെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരട്ടെ. അതാ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. അനീതിയുള്ള മാമോനെ കൊണ്ട്, അതിൽ ഈ പണം കൊണ്ട്, ഈ ധനം കൊണ്ട്, ഈ ഭൂമിയിൽ തന്ന നിക്ഷേപങ്ങൾ കൊണ്ട്, അതിൽ ഈ ഭൂമിയിൽ നീ ചില സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. ഈ അൺറൈച്ചസ് വെൽത്ത് എല്ലാം നിന്റെ നിഷ്ഠമാകുമ്പോൾ
ഇതൊക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് നീ ഈ ഭൂമി വിടുമ്പോൾ അവർ നിന്നെ നിത്യകൂടാരങ്ങളിൽ കൈക്കൊള്ളുവാനിടയാക്കും. കാരണം നിന്റെ പ്രയത്നം കൊണ്ട്, നിന്റെ അധ്വാനം കൊണ്ട്, നിന്റെ ധനം കൊണ്ട് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായ വ്യക്തികൾ അവിടെ ഉണ്ടാകുമ്പോൾ അവർ നിന്നെ ചേർത്തുകൊള്ളുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊന്ന് ചിന്തിച്ച്, നമുക്കുള്ള ധനം കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. ഹോളിഡേയ്സിന് പോകാൻ നമുക്ക് വലിയ ഹാപ്പിയാണ്. യെസ്, നോ വൺ ഈസ് ഗോയിങ് ടു ക്വസ്റ്റ്യൻ ഇറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണമാണ്, നമ്മുടെ കഷ്ടപ്പെട്ടതാണ്. നല്ല റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുവാൻ നമ്മൾ തയ്യാറാണ്. കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനകത്തൊന്നും നമ്മൾ മടിക്കത്തില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രദ്ധിക്കണം. പക്ഷെ കർത്താവിൻ്റെ വേലയിലോ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ 2 തവണ ചിന്തിക്കും. അല്ലേ? നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. അഥവാ നമ്മൾ കൊടുത്താൽ തന്നെയും നമ്മൾ അതിന് എല്ലാത്തിനകത്തും നമ്മൾ 2-3 പ്രാവശ്യം ചിന്തിക്കും. പക്ഷേ ഈ ലോകത്തുള്ള ഏതെങ്കിലും വഴികളിൽ നമ്മുടെ സമ്പത്ത് നാം ചെലവഴിക്കുമ്പോൾ നാം രണ്ടാമതൊന്നും ചിന്തിക്കത്തില്ല. പ്രൈസ് ഗാഡ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് പറയുന്നു, കൺവേർട്ട് യുവർ എർത്തിലി റിച്ചസ് ടു ഹെവൻലി റിച്ചസ്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി നാം ചെലവഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലെ നിക്ഷേപം നമുക്ക് വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. അതാ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം. പ്രൈസ് ഗാഡ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കേട്ട വചനം കർത്താവിൻ്റെ സന്നിധി നമ്മൾ ഏറ്റെടുക്കണം ദൈവമക്കളെ. കാലം തീരുന്നതിന് മുമ്പ്, സമയം തീരുന്നതിന് മുമ്പേ എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം ഇതാണ്. ഈ ഭൂമിയിലുള്ള ദൈവം എനിക്ക് തന്നിട്ടുള്ളതൊക്കെ ഞാൻ പിടിച്ചടക്കി വെച്ചെന്ന് പറഞ്ഞാലും ഒരു നാളിൽ ഈ ലോകം വിട്ട് ഞാൻ പോകുമ്പോൾ അതൊക്കെയും എൻ്റേതല്ലാതായിത്തീരും. എന്നാൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗം കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അത് സ്വർഗത്തിലെ നിക്ഷേപമായി അത് കൺവേർട്ടഡായി മാറും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക.